വർക്കലയിൽ ഗ്രഹനാഥനെ വീട്ടിനകത്തിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് കൂടുതൽ തെളിവെടുപ്പ് നടത്തി. വർക്കല കരുനിലക്കോട് സ്വദേശിയായ അഞ്ചുവരമ്പുവിള വീട്ടിൽ 57 വയസ്സുള്ള സുനിൽ ദത്തിനെയാണ് സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള മൂവർ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ മൂവർ സംഘത്തിൽ 16കാരന് ഉൾപ്പെട്ടു എന്നുള്ളത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം വെള്ളൈക്കടവ് സ്വദേശിയായ ഷാനി, വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ സ്വദേശിയായ മനു എന്നിവരെയാണ് വർക്കല പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സംഭവസ്ഥലത്തെത്തിച്ചത്. പ്രതികൾ ആ വീട്ടിലെത്തിച്ചേർന്നതും തുടർന്ന് കൊലപാതകം നടത്തിയ സാഹചര്യവും അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട രീതിയുമെല്ലാം ഒരു കൂസലുമില്ലാതെ മനു പോലീസിനോട് വിശദീകരിച്ചു. കൊലപാതകത്തിന് ശേഷം 50 മീറ്ററോളം ദൂരത്തിൽ പ്രതികൾ നടന്നു പോവുകയും അതിനുശേഷം 16കാരൻ ഓടിച്ചിരുന്ന സ്കൂട്ടറിൽ ഇരുവരും കയറി രക്ഷപ്പെടുകയായിരുന്നുവെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. പ്രതികളെ സംഭവസ്ഥലത്തെത്തിക്കുന്നതറിഞ്ഞ് പ്രദേശവാസികൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. പ്രതികളിൽ ഒരാളിനെ സംഭവ ദിവസം തന്നെ പിടികൂടുകയും മറ്റ് 2 പേരെ തൊട്ടടുത്ത ദിവസം തന്നെ വർക്കല പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പ്രതികളിൽ ഒരാൾ 16കാരനാണ്. പ്രതികളെ തൊട്ടടുത്ത ദിവസം തന്നെ പിടികൂടിയതിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും വർക്കല പോലീസിനെ അഭിനന്ദിച്ചു. പോലീസ് പിടികൂടിയ മനു ഇതിനു മുമ്പും കൊലപാതക കേസിൽ പ്രതിയാണ്. മനുവിന്റെ ഭാര്യയുമായി സൗഹൃദം സ്ഥാപിച്ചതിന് സുഹൃത്തിനെ കമ്പി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 2017 ശംഖുമുഖം പോലീസ് മനുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിന്റെ വിചാരണ നടന്നുവരവെ ജാമ്യത്തിലിറങ്ങിയാണ് പ്രതി വീണ്ടും കൊലപാതകം നടത്തിയത്. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2 വധശ്രമ കേസുകൾ നിലവിലുണ്ട്. 16കാരനായ പ്രതി ഇതിനു മുമ്പും ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലീസ് സൂചിപ്പിച്ചു. ഇയാൾ മറ്റൊരു കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് മൊബൈലിൽ നിന്ന് കണ്ടെടുത്തു. ബീക്കൺ ന്യൂസ്, വർക്കല.